ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹലാ നീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അഫ്ഗാനി ചിക്കനാണ്. ഇതിൽ ഉള്ളിയോ തക്കാളിയോ ഒന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഒരു മസാല ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയുടെ ഒരു പകുതി നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 8 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒരു 7-8 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 കപ്പ് തൈരാണ് ഇതിൽ വേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ ഇല പൊടിച്ചെടുത്തതാണ്. ഇതിൽ വേറെ പൊടികളൊന്നും പിന്നെ നമ്മൾ ചേർക്കുന്നില്ല. ആകെ ഈ ഒരു പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചിക്കനിലേക്ക് എല്ലായിടത്തും ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 കപ്പ് തൈരാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഈ അളവൊന്നും കുറഞ്ഞു പോകരുത്, കറക്റ്റ് തന്നെ എടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതലൊന്നും വെക്കണ്ട, ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഒരു പാൻ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കാറ്. ഇതിൻ്റെ ടേസ്റ്റ് ഈ ഒരു നെയ്യാണ്. അപ്പോൾ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ ചിക്കനിലേക്ക് ആ നെയ്യൊന്ന് പിടിക്കുന്നവരെ 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. അതിനുശേഷം നമുക്കിതിൻ്റെ ഗ്രേവിയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് വെച്ചിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഇനിയാണ് ഈ അഫ്ഗാനി ചിക്കൻ്റെ പ്രധാന ഭാഗം. ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കഷ്ണം ചാർക്കോൾ കത്തിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സമയത്ത് ഇതിങ്ങനെ പുകഞ്ഞു വരും. അപ്പോൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു നല്ലൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിലായിട്ട് 1 സ്പൂൺ ക്രീമും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു സ്മോക്കി ഫ്ലേവറാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട്